പ്രൈസ് ലോർഡ്. പ്രിയരെ, തിരുവചനത്തിൽ പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുമെന്ന്. ഒരുവന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമ്പോൾ അവനെ തകർത്തു കളയുവാനല്ല നമ്മുടെ ജീവിത കഷ്ടതകളെ ദൈവം ഒരുക്കുന്നത്. നാം ഒരുക്കപ്പെടുകയാണ്. അടുത്ത ദൈവിക പദ്ധതികൾ നാം കടന്നു പോകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അതിലേക്ക് എത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ചില അല്ലെങ്കിൽ കടമ്പുകൾ കടന്നേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് 138 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു, ഞാൻ കഷ്ടം നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, നിന്റെ വലങ്കി എന്നെ രക്ഷിക്കും. ഇവിടെ പറയുന്ന ഒരു കഷ്ടതയെ കുറിച്ച് പറയുകയാണ്. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രശ്നങ്ങളുടെ നടുവിൽ നടക്കുകയാണ്. അതെന്ത് ചെയ്യാ? അത് ഞാൻ മുഖത്തും ഉണ്ടായതല്ല. എനിക്ക് വിരോധമായ ചില ശത്രുക്കൾ എഴുന്നേറ്റപ്പോൾ എന്റെ നന്മയ്ക്കെതിരായി, എന്റെ വാഗ്ദത്തങ്ങൾക്കെതിരായി, എന്റെ അനുഗ്രഹത്തിനെതിരായി ചില ശത്രുക്കൾ എനിക്ക് നേരെ എഴുന്നേറ്റപ്പോൾ അവരെ അല്ലെങ്കിൽ ഞാൻ ഉയർന്നു വരുന്നത് കണ്ട്, അവർക്ക് അല്ലെങ്കിൽ ഞാൻ വർദ്ധിച്ചു വരുന്നത് കണ്ട്, എന്റെ ജീവിതത്തിലെ വളർച്ച കണ്ട് എന്ത് ചെയ്യുകയാണ്? ഞാൻ പല പ്രശ്നങ്ങളുടെ നടുവിൽ തകർന്നു പോകാത്ത കണ്ട് അവർക്ക് എന്നോട് അസൂയ പൂണ്ട് അവരുടെ ക്രോധം എന്റെ നേരെ അയക്കുകയാണ്. അവിടെ ക്രോധത്തിന് പലപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടത അനുഭവിക്കുകയാണ്. അവരുടെ അപവാദങ്ങൾ അവരെനിക്ക് നേരെ ദൂഷിച്ചു പറയുന്നത് അവർ പല വ്യക്തികളെ കൂട്ടുപിടിച്ച് എന്റെ നേരെ പകച്ചുകൊണ്ട് എന്റെ നേരെ കടന്നു വരുമ്പോൾ എനിക്ക് ഞാൻ കഷ്ടത അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഞാൻ പ്രശ്നങ്ങളുടെ നടുവിൽ കടന്നു പോകേണ്ടി വരുന്നു. അതിനെന്ത് ചെയ്യാ? നിന്റെ വലങ്കി എന്നെ രക്ഷിക്കുമെന്ന് ഒരു സങ്കീർത്തനക്കാരൻ. ഞാൻ ഏത് അവസ്ഥയിൽ കടന്നു പോയാലും, ഏത് സാഹചര്യങ്ങളിൽ കടന്നു പോയാലും നിന്റെ വലങ്കി എന്നെ രക്ഷിക്കും. ഞാൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോയാലും, ആഴത്തിൽ ഞാൻ പോയാലും അവിടെ നിന്ന് ദൈവം എന്നെ അവന്റെ വലങ്കൈ പിടിച്ച് എന്നെ രക്ഷിക്കും. എന്നെ ആദ്യം ഏതൊരു ഭാഗം പറയുന്നു, ഞാൻ കഷ്ട നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഇവിടെ പറയും, ഞാൻ എന്റെ കഷ്ടതയുടെ നടുവിലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ നടക്കുന്നത് കഷ്ടതയുടെ ആഴത്തിലുള്ള പ്രശ്നത്തിലൂടെയാണ്, പ്രശ്നസങ്കീർണമായ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഒന്നല്ലെങ്കിൽ എന്നെ പിന്തുടരുകയാണ്. ഈ കഷ്ടം ഒഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാ? ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഞാൻ തകർക്കപ്പെടുന്നവനായി തീരുന്നു. പലപ്പോഴും ഞാൻ കഷ്ടം അനുഭവിക്കുന്നവനായി എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് പലപ്പോഴും ഞാൻ ആകുലപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. എന്നെ ഇതിൽ നിന്ന് ആര് വിടുവിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്. പലപ്പോഴും ഞാൻ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഞാൻ ആശയം ലഭിക്കാതിരിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ എന്നോട് തന്നെ പറയുക, അതേ ഞാൻ കഷ്ടം നടന്നാലും എന്നെ ജീവിപ്പിക്കുന്ന ഒരുവനുണ്ട്, ജീവൻ കൊടുക്കുന്ന ഒരുവനുണ്ട്. ജീവന്റെ മരണത്തിന്റെയും അധികാരിയായ അധികാരമുള്ളത് ദൈവത്തിന് മാത്രം. അതെ, ആ ദൈവം എനിക്ക് ജീവനെ നൽകി തരും. എനിക്ക് എന്റെ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഞാൻ ഏത് സങ്കീർണമായ അവസ്ഥയിൽ കടന്നു പോയാലും എന്നെ തിരിച്ചു പിടിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്റെ ശത്രുക്കൾ ഇഷ്ടത്തിന് ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവിടെ പറയുകയാണ്, എന്റെ ശത്രുക്കളുടെ നേരെ, എന്നെ അപമാനം പറയുന്ന നേരെ ദൈവത്തിന്റെ കൈ തിരിയും, ദൈവത്തിന് മുഖം തിരിയും. അവർക്ക് പകരം കൊടുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ടാണ് 27 സങ്കീർത്തനം പറയുന്നത്, യഹോവ എന്റെ രക്ഷയും എന്റെ വെളിച്ചമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. ദുഷ്കർമ്മികളും ഒക്കെ എന്റെ നേരെ അടുക്കുമ്പോൾ അവർക്ക് ഇടറി വീഴുവാൻ ഇടയാകും. യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കും. യഹോവ എന്റെ ജീവന്റെ ബലമാണ്, ഞാൻ ആരെ ഭയപ്പെടേണ്ടത്. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കഷ്ടത അനുഭവം നമ്മൾ ദൈവം വിടുവിക്കും. രണ്ട് ജീവിതത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് മനുഷ്യന്റെ ജീവിതം, പലപ്പോഴും പ്രശ്നങ്ങൾപ്പെട്ട് നമ്മൾ അവസാനിപ്പിക്കുമോ, നമ്മുടെ ജീവിതം ഒതുങ്ങി പോകുമെന്ന് വിചാരിക്കുമ്പോൾ പുതിയൊരു ദൂരയാത്രയ്ക്ക് വേണ്ടി ഏലിയാവിനെ ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയി ദൈവത്തിന്റെ ദൂത് അറിയിച്ച് തിരിച്ചു വന്ന ആ മനുഷ്യൻ ഇസബേന്റെ ഒരു വാക്കിന് മുമ്പില് തന്റെ ജീവനെ ഇനി വേണ്ട മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ചൂരച്ചെരുവിൽ കിടന്ന ഏലിയാവിനെ ദൂതൻ ഇറങ്ങി വന്ന്
തൊട്ട് ഹല്ലേലൂയ അവനെ തട്ടി ദൂരയാത്രകളെ ഒരുക്കി ഹല്ലേലൂയ അവന് ജീവൻ നൽകി, വിശപ്പിനുള്ള ആഹാരം കൊടുത്തു, കുടിക്കുവാനുള്ള വെള്ളം കൊടുത്തു. ആ വെള്ളത്തിന്റെയും ആഹാരത്തിന്റെയും ശക്തി കൊണ്ട് ഏലിയ 40 പകലും ഹോരേബിലൂടെ നടന്നു പോയെന്നാണ്, ഓടിയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കഷ്ടനടുവില് നാം പ്രയാസപ്പെടുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ അവിടെ കിടന്ന ഹല്ലേലൂയ നിന്റെ പ്രയാസങ്ങളെ പറഞ്ഞിരിക്കുവാനുള്ളതല്ല, നിനക്ക് ദൂരയാത്രയുണ്ട്. ദൂരയാത്രയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഒരുക്കുമ്പോൾ ചില സമയങ്ങളിൽ കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വന്നേക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ദൈവം ശോധന കഴിക്കുകയാണ്. തിരുവചനത്തിൽ പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും ഉളവാക്കുന്നു. ഹല്ലേലൂയ. ദൈവം തന്നെ ജനത്തെ എന്ത് ചെയ്യുക? കഷ്ടത്തിൽ നിന്നും വിടുവിക്കുവാനും രക്ഷപ്പെടുത്തുവാനും ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് കഷ്ടതകൾ കടന്നു വരുന്നത്, പ്രിയരെ, ഈ സ്വർണം തീക്കകത്തിട്ട് ഉരുക്കി എടുക്കുമ്പോൾ അതിന് അധികമേറിയ ഒരു ഭംഗി കൂടേണ്ടതിന്, അതിന് മാറ്റു കൂടേണ്ടതിനാണ് ദൈവം ഹല്ലേലൂയ നമ്മെ പലപ്പോഴും എന്ത് ചെയ്യുക? ഒരുക്കിയെടുക്കുന്നത്. കഷ്ടനഷ്ടം നമ്മെ നശിപ്പിച്ച് കളയുവാനല്ല, കഷ്ടം നമ്മെ ഒതുക്കി കളയുവാനല്ല, അതുകൊണ്ട് നമ്മൾ അവസാനിക്കുമെന്നല്ല. കർത്താവ് ഹല്ലേലൂയ ദൂരയാത്രയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. ഇവിടെ പറയുകയാണ്, എന്നെ കഷ്ടനടി തന്നാൽ ഞാൻ നിശ്ചയിപ്പിക്കും. ദൈവത്തിന്റെ വലം കരം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കരത്തെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ കഷ്ടതയിലല്ലേ നശിച്ചു പോകത്തില്ല. ഇവിടം കൊണ്ട് നീ ഒതുങ്ങി പോകത്തില്ല കുഞ്ഞെ. നിനക്ക് എന്ത് ചെയ്യാ? ദൂരയാത്രയുണ്ട്. അതിനുവേണ്ടി ദൈവം നിന്നെ ഒരുക്കിയെടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ദൂതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.